ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഒരു മാസം മുൻപേ ഹൗ ടു മേക്ക് ന്യൂസ് പേപ്പർ ബൈക്ക് എന്ന ടൈറ്റിൽ ഈ ബൈക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വീഡിയോ. അപ്പോൾ അതിന് ഒരുപാട് ലൈക്സും കമൻസും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. അതിനെല്ലാം ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് കുറേ പേര് ആ വീഡിയോ കണ്ടിട്ട് സെയിം ബൈക്ക് ചെയ്ത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നു. അപ്പോൾ അതെല്ലാം സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സൊക്കെ ചോദിച്ച എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. കുറച്ച് പേർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണം. കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പിന്നെ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജു വിമൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ബൈക്കിൻ്റെ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ന്യൂസ് പേപ്പറിൻ്റെ ഹാഫ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് 56x35 സെൻറ്റിമീറ്റർ ആണ്. ആക്ച്വലി ഇങ്ങനൊരു കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതെന്താണെന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഡൗട്ട്സ് ചോദിച്ചതുകൊണ്ട് മാത്രം മെഷർമെൻറ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ആദ്യം ഈ ഷീറ്റ് 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലൊരു പീസ് എടുത്ത് 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിലൊരു പീസ് മാറ്റി വെക്കുക. ഇതിനെ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കുക. എന്നിട്ട് അതിലൊരു പീസ് മാറ്റി വെക്കുക. ഇതേ രീതിയിൽ 3 തവണ കൂടി കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 6 വ്യത്യസ്ത അളവിലുള്ള പേപ്പർ പീസസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതേ രീതിയിൽ കുറേ പീസസ് കട്ട് ചെയ്തെടുക്കണം. ഈ ഓരോ പാർട്ടും ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 6 പീസിനും പേര് കൊടുക്കുന്നുണ്ട്. B1, B2, B3, B4, B5 ആൻഡ് B6. സിംഗിൾ ഷീറ്റിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയതാണ് B1. B1ൻ്റെ ഹാഫ് B2, B2ൻ്റെ ഹാഫ് B3, B3യുടെ ഹാഫ് B4, B4ൻ്റെ ഹാഫ് B5, B5ൻ്റെ ഹാഫ് B6. ഇനിയും ഈ പേപ്പറിൻ്റെ മെഷർമെൻറ്റിൽ ഡൗട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞത്. ഇനി ഓരോ പാർട്സും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ട്രയാങ്കിൾ ഷേപ്പ് എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് B1 പേപ്പർ റോൾ ചെയ്തതാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പേപ്പർ റോൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഓരോ പ്രാവശ്യവും ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം റോൾ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ട് പേപ്പർ ട്യൂബ്സ് ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരുന്നത്. നമുക്ക് ക്രാഷ് ഗാർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് B1 സൈസ് പേപ്പർ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കാണുന്ന അളവിൽ ഫോൾഡ് ചെയ്യണം. 9 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ഈ അളവിൽ വേണം ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഗ്ലൂ തേച്ച് ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ജോയിൻ ചെയ്ത പാർട്ടിൽ
ചെറിയൊരു പേപ്പർ പീസ് കൂടി ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ക്രാഷ് ഗാർഡും ഓക്കെ. നമുക്ക് ഈ ട്രിപ്പിൾ ക്ലാമ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ B2 പേപ്പർ സ്റ്റീൽ റോഡ് ഉപയോഗിച്ച് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് B3 പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ 2 പേപ്പർ റോൾ ചെയ്തെടുക്കണം. അതിൽ ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബൈക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് വേണം താഴോട്ടുള്ള പോർഷൻ കട്ട് ചെയ്യാനായിട്ട്. ഈ രണ്ടാമത്തെ പീസിൻ്റെ നടുക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഫുഡ് റെസ്റ്റ് ചെയ്യാം. ഈ B3 സൈസ് പേപ്പർ റോൾ ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബൈക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ പേപ്പർ പീസസ് ഇതിൻ്റെ 2 അറ്റത്ത് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ 2 ഫുഡ് റെസ്റ്റ് ചെയ്തെടുക്കണം. ഈ ബാക്കിലെ ഫുഡ് റെസ്റ്റ് ഇതിൻ്റെ ഇടയിലൂടെ കയറ്റി വെക്കാൻ പറ്റുമെങ്കിൽ സെയിം അളവിൽ തന്നെ 2 ഫുഡ് റെസ്റ്റും ചെയ്താൽ മതി. ഞാനിത് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയാണ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് ബ്രേക്ക് ചെയ്യാം. അതിനായിട്ട് B3 പേപ്പർ റോൾ ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഒരു സൈഡ് കുറച്ച് കട്ട് ചെയ്യണം. ഈ ചെറിയ പേപ്പർ പീസ് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ലെങ്ത് അനുസരിച്ച് ബാലൻസ് പോർഷൻ കൂടെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഗിയർ ചെയ്യാം. ഈ B3 പേപ്പർ റോൾ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ അടുത്ത് കട്ട് ചെയ്യണം. ചെറിയ പേപ്പർ പീസസ് ഇതിൻ്റെ 2 അറ്റത്ത് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ചെറിയൊരു പേപ്പർ റോള് കൂടി എടുക്കണം. ഈ B6 പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ പേപ്പർ പീസ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ പേപ്പർ റോൾ കൂടി ഇതിനോട് ചേർത്ത് ഒട്ടിക്കണം. ഇനി മീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 7 or 8 B4 പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് 2 പീസിൽ നിന്നും ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളമുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു B6 പേപ്പർ എടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് 2ൻ്റെ ഇടയിലായിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ മീറ്ററും റെഡിയായി. ഈ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ചെയ്യാനായിട്ട് B5 പേപ്പർ ഇങ്ങനെ 3 തവണ ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഈ ബാക്ക് നമ്പർ പ്ലേറ്റ് ചെയ്യാൻ B4 പേപ്പർ ഇങ്ങനെ ഈക്വലായിട്ട് മടക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഈക്വലായിട്ട് മടക്കിയിട്ട് 3 ഈക്വൽ പാർട്സ് ആയിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് വേണ്ട അളവിൽ കട്ട് ചെയ്ത ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അത് 2 നമ്പർ പ്ലേറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റിയർ വ്യൂ മിറർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് B6 പേപ്പർ എടുത്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ 2 എണ്ണം ചെയ്തെടുക്കുക. ഇനി B4 പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കി ഒട്ടിക്കണം. എന്നിട്ട് റോൾ ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതും 2 എണ്ണം ചെയ്തെടുക്കണം. ഇനി ഈ സ്റ്റിക്കിലേക്ക് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ റിയർ വ്യൂ മിറർ ഓക്കെ ആയി. ഇനി ഈ ക്ലച്ചും ബ്രേക്കും ചെയ്യാനായിട്ട് B5 പേപ്പർ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ വെച്ച് കട്ട് ചെയ്ത് 2 പീസാക്കണം. ഇത് ഹാൻഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് B6 പേപ്പർ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കണം. ഈ ഹാൻഡിൽ ചെയ്യുന്നത് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ക്ലച്ചും ബ്രേക്കും അതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ ചെറിയ പീസ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ റിയർ വ്യൂ മിറർ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂ തേച്ച് ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ മറ്റേ സൈഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ പാർട്ടും ഓക്കെ. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാദ്യം B6 പേപ്പർ എടുത്ത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് B4 പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു പീസ് കൂടി ചെയ്തെടുക്കണം. ഇനി ഇതിനെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ 2 പീസും ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ 2 ഇൻഡിക്കേറ്റർ ചെയ്തെടുക്കണം. ഈ ബൈക്ക് ഞാൻ സിൽവർ കളർ ചെയ്തത് ഈ അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു സിൽവർ പൗഡറാണ്. മീഡിയം 1 വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇതൊരു വൈറ്റ് ലിക്വിഡാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബൈക്കിന് സിൽവർ കോട്ട് കൊടുത്തത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. ഓക്കെ, താങ്ക്